അങ്ങനെ അനന്ത പത്മനാഭന്റെ മണ്ണിൽ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരിക്കുകയാണ്. ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിനായിട്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ രാജ്യത്തിനും നാടിനുമായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തിരക്കിട്ട പരിപാടികളാണ് ഇന്ന് നരേന്ദ്രമോദിക്കുള്ള. ഇതിനിടെയാണ് 2 മണിക്കൂർ ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ റോഡ് ഷോ പോലും കാറിൽ നിന്നാക്കി മോദി. സാധാരണ അദ്ദേഹം പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മുടെ കേരളത്തിലടക്കം മുൻപ് വന്നപ്പോഴും റോഡ് ഷോ റോഡിലൂടെ നടന്നുകൊണ്ട് ആളുകളെ അഭിസംബോധന ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് 2 മണിക്കൂർ മാത്രമായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റോഡ് ഷോ കാറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ആക്കിയത്. ഇരുവശത്തും നിരവധി ആളുകളായിരുന്നു അദ്ദേഹത്തെ കാണാനായിട്ട് നിന്നിരുന്നത്. അവരോടൊക്കെ തന്നെ കൈവീശി കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം പതുക്കെ തിരുവനന്തപുരം നഗരത്തിലൂടെ നീങ്ങിയത്. ഇതിനുശേഷം റെയിൽവേയുടെ പരിപാടിയിലേക്കാണ് ആദ്യം അദ്ദേഹം പോയത്. അവിടെ ഗവർണർ ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിലുണ്ടായിരുന്നു. അവരുടെ നടുക്കായിരുന്നു ശ്രീ നരേന്ദ്രമോദി ഇരുന്നത്. അന്ന് ആ ഒരു വേദിയിൽ അപ്പോൾ ഒരു മൂലക്കിലായിരുന്നു മേയർ വി രാജേഷിന്റെ സീറ്റ്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. കാരണം സാധാരണ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രപതി ആയിക്കോട്ടെ, ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ വരുമ്പോൾ അവിടെ സ്വീകരിക്കാൻ സാധാരണ മേയർ എത്താറുണ്ട്. മുൻപ് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്തും ആര്യ അവിടെ സ്വീകരിക്കാനായിട്ട് എത്തിയിരുന്നു. ഇത്തവണ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത്തവണ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ BJP കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മേയർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. മേയറായിട്ടുള്ള വി രാജേഷ് അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല എന്നുള്ള ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ അത് ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ആദ്യത്തെ പരിപാടിയിൽ, അതായത് നമ്മുടെ സർക്കാരിൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ്, വി രാജേഷിൻ്റെ സീറ്റ് ഒരു മൂലക്കിലായിരുന്നു. വേദിയിലേക്ക് വന്ന സമയത്ത് തന്നെ മോദിക്ക് കൈ കൊടുക്കാൻ പോലും മേയർക്കായിരുന്നില്ല. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പാർട്ടി പരിപാടിയിലേക്ക്, ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ്, ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് പിന്നെ BJPയുടെ പരിപാടിയിലേക്ക് വന്നപ്പോൾ തൻ്റെ പ്രസംഗത്തിൽ മോദി തിരുവനന്തപുരം മേയറെ കുറിച്ച് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, തൻ്റെ പഴയകാല സുഹൃത്തായിട്ടുള്ള ഏറെ അഭിമാനിക്കാവുന്ന തൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തിരുവനന്തപുരം മേയർ വി രാജേഷിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഈ സമയത്തൊക്കെ തന്നെ കാണികൾക്കിടയിൽ നിന്ന്, പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് നിറഞ്ഞ കയ്യടികളായിരുന്നു ലഭിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം കുറേ നേരം, ഒരുപാട് നേരം അദ്ദേഹം വി രാജേഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് അദ്ദേഹത്തെ പുറത്ത് വളരെ സന്തോഷപൂർവ്വം ഇങ്ങനെ തട്ടിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ആ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് തുടക്കം രാവിലെ മുതൽ മേയർ എത്തിയില്ല. അതിനുശേഷം ആദ്യ വേദിയിൽ മേയർക്ക് ശ്രീ നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ സാധിച്ചില്ല. പിന്നീടായിരുന്നു സ്റ്റേജിൽ വെച്ച് വന്നപ്പോൾ അദ്ദേഹം ഒരുപാട് നേരം മറ്റ് ഒരു ആൾക്കാരെയും കണ്ടപ്പോൾ കാണിക്കാത്ത അത്ര സന്തോഷം വി രാജേഷിനെ കണ്ടപ്പോൾ അദ്ദേഹം കാണിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം, എൻ്റെ പഴയകാല സുഹൃത്ത് വി രാജേഷ്, ഇങ്ങനെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഒരു നേതാവിനെ കിട്ടാൻ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അഭിസംബോധന തന്നെയാണ് വി രാജേഷിനെ ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്ത് വെറും 27-26 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റായിരുന്ന വി രാജേഷ് തിരുവനന്തപുരത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചായിരുന്നു സുഹൃത്ത് പരാമർശം അദ്ദേഹം വേദിയിൽ നടത്തിയത്. വേദിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടായിരുന്നു. കൂടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും. രണ്ടുപേരെയും പേരെടുത്ത് പറഞ്ഞുമില്ല പ്രധാനമന്ത്രി. പക്ഷേ വി രാജേഷിന്റെ മേയർ പദവിയിൽ എത്തൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം മാത്രമാണ് ഈ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത്. ഇതിനുശേഷം പിന്നീട് BJP വേദിയിലേക്ക് പോയി. അവിടെ വെച്ചാണ് അദ്ദേഹം മേയർ വി രാജേഷിന്റെ തോളിൽ തട്ടി സംസാരിച്ചത്. മോദി വേദിയിൽ നിന്ന് അതിനുശേഷം മാത്രമാണ് പുറത്തേക്ക് പോയത്. രാജേഷുമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ സ്റ്റേജിൽ വെച്ച് തന്നെ. അങ്ങനെ മേയറെ എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചായിരുന്നു ആദ്യ പരിപാടിയിലെ മോദിയുടെ ഇടപെടലുകൾ. അതായത് തുടക്കം മുതൽ തന്നെ വി രാജേഷിന് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആ പേര് വെട്ടി, സ്വീകരിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് വെട്ടി എന്നുള്ള ചില സംശയങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് നൽകിയത്.
വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് മോദിയെ സ്വീകരിച്ചിരുന്നു. പിന്നാലെ റോഡ് ഷോയുമായിട്ടാണ് അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പോയത്. പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിലാണ് തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു, അമൃത് ഭാരത് ട്രെയിനുകൾ, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത്. സംസ്ഥാനത്ത് 250 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കം കുറിച്ചിരുന്നു. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്തെ BJP വേദിയിലേക്ക് മാറുകയായിരുന്നു. അവിടെ പ്രധാനമന്ത്രി ജനപ്രതിനിധികളും പ്രവർത്തകരും അടക്കം 1.25 ലക്ഷത്തോളം പേരെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. തലസ്ഥാനത്ത് മോദിയുടെ റോഡ് ഷോയിലും ഭാരത് മാതാ കി ജയ് വിളിച്ചെത്തിയതും പതിനായിരങ്ങളാണ്. തലസ്ഥാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്നും തിരുവനന്തപുരം മേയർ VV രാജേഷിനെ ഒഴിവാക്കിയതും പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നായിരുന്നു ആദ്യം പുറത്തു വന്നത്. സാധാരണ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ വിമാനത്താവളത്തിൽ മേയർ സ്വീകരിക്കാൻ എത്തുന്ന പതിവുണ്ട്. മോദിയെ സ്വീകരിക്കാൻ എത്തുന്നവരുടെ പട്ടിക നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരുന്നു. ഇതിൽ മേയറുടെ പേരും ഉൾപ്പെട്ടിരുന്നു. പിന്നീട് തിരുവനന്തപുരം MP ശശി തരൂരിനെയും സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മേയറും MPയും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലുള്ളതിനാലാവാം ഇവരെ സ്വീകരണ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ അതിനെല്ലാം തന്നെ ഉത്തരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്റ്റേജിൽ നൽകിയത്. ഇനി എങ്ങനെയാണ് മോദി തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുക? അതായത് എന്തൊക്കെ പദ്ധതികളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മോദിക്ക് മുൻപിൽ വെച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. വീടെന്നത് വെറും ഒരു സ്വപ്നമായിരുന്ന ആയിരങ്ങൾക്ക് ഇനി മോദി ഗ്യാരണ്ടി. 5 വർഷം കൊണ്ട് 20,000 കുടുംബങ്ങൾക്ക് സ്വന്തം വീട്. ഓരോ വാർഡിലും 40 വീടുകൾ വീതം ഒരുങ്ങും. സർക്കാർ ഫണ്ടിനപ്പുറം കോർപ്പറേറ്റ് കമ്പനികളുടെ CSR വിഹിതം കൂടി ചേർത്തുകൊണ്ടുള്ള ഈ പുതിയ മാതൃക ഭവന പദ്ധതികളിൽ വിപ്ലവം സൃഷ്ടിക്കും. വൃത്തിയുള്ള നഗരം, സുരക്ഷിതമായ തെരുവുകൾ. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിന്റെ മാതൃകയിൽ തിരുവനന്തപുരത്തും ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരുന്നു. ഇനി കുരുക്കില്ലാത്ത നഗരം, കുതിച്ചുപായും തലസ്ഥാനം. ഇതാണ് രണ്ടാമത്തത്. മെട്രോ റെയിൽ പദ്ധതിയും അത്യാധുനിക ഫ്ലൈ ഓവറുകളും യാഥാർത്ഥ്യമാകും. സ്മാർട്ട് റോഡുകളും സിഗ്നൽ ഫ്രീ കോറിഡോറുകളും നഗരയാത്രയുടെ വേഗത വർദ്ധിപ്പിക്കും. പുതിയ 4 അമൃത് ഭാരത് എക്സ്പ്രസുകൾ താമ്പരം, ഹൈദരാബാദ്, മംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അതിവേഗ യാത്ര സാധ്യമാകും. നഗരത്തിലെ 11 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്രാനുഭവം വിമാനത്താവളത്തിന് തുല്യമായി മാറും. മെട്രോ റെയിൽ പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വികസനത്തിന്റെ പുതിയ കവാടമായി വിഴിഞ്ഞം തുറമുഖം എന്ന വമ്പൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം ലോക വ്യാപാരത്തിന്റെ കേന്ദ്രബിന്ദുവാകും. ടെക്നോ പാർക്കും വിഴിഞ്ഞവും തമ്മിലുള്ള കണക്ടിവിറ്റി നഗരത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ തുറമുഖത്തെയും നഗരത്തെയും ബന്ധിപ്പിക്കും. കടലാക്രമണം തടയാനുള്ള ശാസ്ത്രീയ പരിഹാരങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും പ്രഥമ പരിഗണന നൽകും. യുവതലമുറയ്ക്കായി ഒരു തൊഴിൽ വിപ്ലവം. IT മേഖലയിൽ വൻ വിദേശ നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും വരുന്നു. അത്യാധുനിക ഡിജിറ്റൽ ഹബ്ബുകളും ടെക്നോ സിറ്റി വിപുലീകരണത്തിലുള്ള കേന്ദ്ര ഫണ്ടും നഗരത്തെ IT ഭൂപടത്തിൽ ഒന്നാമതെത്തിക്കും. മഴ പെയ്താൽ മുങ്ങുന്ന നഗരമെന്ന പേരുദോഷം മാറ്റും. സൂറത്തിലെ അത്യാധുനിക ഡ്രെയിനേജ് സംവിധാനം തലസ്ഥാനത്ത് നടപ്പിലാക്കും. ഇനി വെള്ളക്കെട്ടില്ലാത്ത 101 വാർഡുകൾ, സ്മാർട്ട് ലിവിംഗ് ഗ്രീൻ സിറ്റി. ഇൻഡോർ മാതൃകയിൽ മാലിന്യ പ്ലാന്റുകളും സൂറത്ത് മോഡൽ ഡ്രെയിനേജും വരുന്നതോടെ നഗരത്തിൽ ഇനി വെള്ളക്കെട്ടില്ല. 24 മണിക്കൂറും ശുദ്ധജലവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുമായി തിരുവനന്തപുരം ഇനി പരിസ്ഥിതി സൗഹൃദ നഗരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രവും ബന്ധിപ്പിച്ചുകൊണ്ട് പൈതൃക വികസന ഇടനാഴി യാഥാർത്ഥ്യമാകുന്നു. ഒപ്പം ഭീമാപള്ളിയും വെട്ടുകാട് പള്ളിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബൃഹത് തീർത്ഥാടന ടൂറിസം പാക്കേജ്. നഗരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ചരിത്ര സ്മാരകങ്ങളും പൈതൃക കെട്ടിടങ്ങളും പുത്തൻ ലാവണ്യത്തോടെ സംരക്ഷിക്കപ്പെടും. ഭക്തിയും പാരമ്പര്യവും വികസനവും കൈകോർക്കുന്ന പുതിയ അനന്തപുരിയാണ് ലക്ഷ്യം. പത്മനാഭസ്വാമി ക്ഷേത്രം മുതൽ വെട്ടുകാട് പള്ളി വരെ നീളുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് വഴി ആഗോള സഞ്ചാരികളെ അനന്തപുരിയിലേക്ക് ആനയിക്കും. ആരോഗ്യരംഗത്തും വൻ കുതിച്ചുചാട്ടം. ജനൌഷധി ശൃംഖല വ്യാപകമാക്കുന്നതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ. അത്യാധുനിക ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ നഗരത്തിലുടനീളം ഉയരും. ഇനി തലസ്ഥാനത്തും തെളിനീരൊഴുകും. മലിനമായി കിടക്കുന്ന പുഴകൾക്ക് പുതുജീവൻ നൽകാൻ ഗംഗാ മിഷൻ മോഡൽ എത്തുന്നു. കരമനയാറും കിള്ളിയാറും പാർവതി പുത്തനാറും ഇനി തെളിനീരൊഴുകുന്ന പൈതൃകങ്ങളാകും. 101 വാർഡുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സമഗ്ര പദ്ധതികൾക്കാണ് തുടക്കമാവുക.